കോട്ടയ്ക്കൽ ആയുർവേദശാല. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കാടാമ്പുഴ 110 kV സബ്സ്റ്റേഷന്റെയും 110 kV ഡബിൾ സർക്യൂട്ട് ലൈനിന്റെയും നിർമ്മാണോദ്ഘാടനം മാർച്ച് 11 തിങ്കളാഴ്ച വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും. കേരള സർക്കാരിൻ്റെ വിദ്യുച്ഛക്തി വകുപ്പിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ കോട്ടക്കൽ മണ്ഡലത്തിൽ തന്നെ ഒരുപാടേറെ കാലമായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്ന ഒരു പുതിയ സബ്സ്റ്റേഷൻ തുടങ്ങുക എന്നത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണോദ്ഘാടനം, പ്രവൃത്തി ഉദ്ഘാടനം ഈ വരുന്ന 11-ാം തീയതി 10 മണിക്ക് മരവട്ടത്ത് അതിൻ്റെ സബ്സ്റ്റേഷനോടനുബന്ധിച്ചുള്ള പ്രദേശത്ത് കാടാമ്പുഴയിൽ വെച്ച് നടക്കുകയാണ്. വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി ബഹുമാനനായ കെ കൃഷ്ണൻകുട്ടി അവർ അതിൻ്റെ പ്രവർത്തനോദ്ഘാടനം നടത്തുന്നതാണ്. കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ അതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ഇന്ത്യനൂര്, കോട്ടൂര് തുടങ്ങിയ പ്രദേശങ്ങളും കാവതികുളമൊക്കെ അടക്കമുള്ള പ്രദേശവും, അതുപോലെ തന്നെ കുറുവ, എടയൂര്, മാറാക്കര, പൊന്മള പഞ്ചായത്തുകളുടെ പ്രദേശങ്ങളിലും ഈ സബ്സ്റ്റേഷൻ്റെ ഗുണം ലഭിക്കും എന്നത് സന്തോഷകരമാണ്. ഏകദേശം 1,00,000-ലധികം ആളുകൾക്ക്, ഗുണഭോക്താക്കൾക്ക് ഉപയോഗപ്രദമായ ഒരു സബ്സ്റ്റേഷനായിരിക്കും ഇത്. 19.80 കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. സംസ്ഥാനത്തിന്റെ അടുത്ത 2 ദശകത്തിലേക്കുള്ള വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിന് പര്യാപ്തമായ രീതിയിൽ പ്രസരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനായി വിവിധ പദ്ധതികൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഏകദേശം 10,000 കോടി രൂപ മുതൽ മുടക്ക് പല പദ്ധതികളിലും കൂടി കണക്കാക്കിയിട്ടുള്ളതിൽ നിരവധി പ്രവൃത്തികൾ ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പ്രസരണ നഷ്ടം ഗണ്യമായി കുറയ്ക്കുന്നതിനും വർദ്ധിച്ചുവരുന്ന വൈദ്യുത ഉപയോഗ ആവശ്യങ്ങൾക്കും ഇടതടവില്ലാതെ ഗുണമേന്മയുള്ള വൈദ്യുതി എത്തിക്കുന്നതിനുമായി നിലവിൽ വിവിധ സബ്സ്റ്റേഷനുകൾ നിർമ്മിക്കുന്ന പദ്ധതികൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായാണ് മലപ്പുറം ജില്ലയിൽ 110 kV സബ്സ്റ്റേഷനും 5 കിലോമീറ്റർ 110 kV ഡബിൾ സർക്യൂട്ട് ലൈനും നിർമ്മിക്കുന്നതിനായി 19.8 കോടിയുടെ ഭരണാനുമതി ലഭിച്ചത്. ഈ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുന്നതോടുകൂടി കോട്ടക്കൽ മണ്ഡലത്തിലെ വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ആവശ്യകത നിറവേറ്റപ്പെടും. മലപ്പുറം ജില്ലയുടെ മധ്യഭാഗത്തെ എടയൂർ, മാറാക്കര, കുറുവ, പൊന്മള തുടങ്ങിയ പഞ്ചായത്തുകളുടെയും കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെയും പരിധിയിലെ വൈദ്യുതി വിതരണം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നിലവിൽ കാടാമ്പുഴയുടെയും സമീപ പ്രദേശങ്ങളായ മാറാക്കര, എടയൂർ, കുറുവ, പൊന്മള തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിലെയും വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നത് 33 kV കൽപ്പകഞ്ചേരി, 110 kV എടരിക്കോട്, 110 kV കുറ്റിപ്പുറം, 220 kV മലാപ്പറമ്പ് എന്നീ സബ്സ്റ്റേഷനുകളാണ്. ഫീഡറുകളുടെ ദൈർഘ്യം കൂടുതൽ കാരണം ഈ പ്രദേശങ്ങളിൽ വൈദ്യുതി മുടക്കവും വിതരണ നഷ്ടവും ഉണ്ടാകുന്നുണ്ട്. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ മേഖലകളിലെ ഭാവി ഊർജ്ജ ആവശ്യകത നിറവേറ്റുന്നതിന് പര്യാപ്തമായ രീതിയിലാണ് 110 kV കാടാമ്പുഴ സബ്സ്റ്റേഷനും സബ്സ്റ്റേഷനിലേക്കുള്ള 5 കിലോമീറ്റർ 110 kV ലൈനും എടയൂർ പ്രദേശത്തു നിന്ന് മരവട്ടം പ്രദേശത്തുള്ള നിർദ്ദിഷ്ട സബ്സ്റ്റേഷനിലേക്ക് നിർമ്മിക്കുന്നത്. മാർച്ച് 11 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കോട്ടക്കൽ MLA കെ ആബിദ് ഹുസൈൻ തങ്ങൾ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ പൊന്നാനി MP ET മുഹമ്മദ് ബഷീർ മുഖ്യാതിഥിയാകും. കാടാമ്പുഴ മൈത്രി ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടക്കുക. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ. 24 branches. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ.